വീഡിയോ ഫോട്ടോ ദൃശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? എന്നാ പിന്നെ കോൺഗ്രസ് അങ്ങനെ പറ. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത ഒരു അക്രമമല്ല എന്ന് കോൺഗ്രസ് പറ. എന്നാ പിന്നെ നാളെ ആരൊക്കെ എവിടെ എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ കഴിയില്ല. തകരാൻ പോലും ഒരു സിസ്റ്റം ഇല്ലാതിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് ലോകോത്തര അംഗീകാരം നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വെറുതെ അങ്ങ് ഉണ്ടായതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2 സ്ത്രീകൾ നെടുംതൂണു കണക്കെ നെഞ്ചു വിരിച്ചു നിന്ന് നേടിയതാണത്. നേതൃത്വത്തിൽ സ്ത്രീകൾ എത്തുമ്പോഴുള്ള അസംതൃപ്തിയുടെ പൊട്ടിയൊരിക്കൽ ഏറിയും കുറഞ്ഞും കാണാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. എന്റെ സംഘടന എനിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ സ്ത്രീയാണവർ. അവരുടെ വീട്ടിൽ കയറി റീത്ത് വെച്ച നെറികെട്ട രാഷ്ട്രീയം ഇന്ന് അവരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചടി കിട്ടിയാൽ താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നതുകൂടി ഓർക്കുക. വിനോദിനിയുടെ വേദന കൊണ്ട് അക്രമത്തെ ന്യായീകരിക്കുന്ന ഹൂക്ക് കെയർ ക്രൂരന്മാരെ, നിങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ ഇന്ന് പേര് പോലും ഇല്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികൾക്കുമുണ്ട് സാർ വേദന. ആ വേദനയെ തെരുവിൽ നേരിടാൻ ഈ നാട് ഇറങ്ങിയിരുന്നെങ്കിൽ ബാക്കിയുണ്ടാകുമായിരുന്നോ നിങ്ങൾ? വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവർ നിയമത്തെ കയ്യിലെടുത്താൽ എവിടെ ചെന്ന് നിൽക്കും സമാധാനത്തിന്റെ വെള്ളയിപ്രാവുകളെ ഈ നാട്? ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രം വിശ്വസിക്കുന്ന നേതാക്കളോടാണ്. ആക്രമണ സമയത്ത് മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, CPIM-കാരും. അപ്പോൾ മന്ത്രിയെ ആക്രമിച്ച KSUക്കാർ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുമെന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? മനോജ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, ആരോഗ്യമന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ലായിരുന്നു KSUക്കാർ. പിന്നെ എങ്ങനെയാണ് അവർ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള വാദം പൊടുന്നനെ ഉയർന്നു വരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതിൽ KSU പറയുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിൽ മന്ത്രിക്ക് നേരിട്ട് ആക്രമണമേൽക്കുന്ന ദൃശ്യങ്ങളില്ല. അപ്പോൾ പിന്നെ അവിടെ പ്രതിഷേധം നടത്തി മടങ്ങിപ്പോയ KSUക്കാർ എങ്ങനെയാണ് മന്ത്രിയെ ആക്രമിച്ചത് എന്നുള്ള വാദത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എത്ര ദുർബലമായ വാദമാണ് ഈ അലോഷ്യസ് ഒക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നത്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്നൊരു സാമാന്യ ബോധമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവണ്ടേ? യഥാർത്ഥത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ള സമരത്തെ തള്ളിപ്പറയാൻ ആവശ്യമായ നല്ല ഔന്നത്യമാണ് യഥാർത്ഥത്തിൽ ഒരു KSU പ്രസിഡന്റ് കാണിക്കേണ്ടത്. ഇന്ന് വീണ ജോർജ് കണ്ണൂരിലെ പരിപാടിക്ക് പങ്കെടുത്ത് സ്വാഭാവികമായിട്ടും തിരിച്ച് ട്രെയിനിൽ പോവുകയാണ്. പോകുന്ന വഴിയിൽ സ്വാഭാവികമായിട്ടും പ്രകടനം വിളിച്ച് ആളുകൾ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയൊക്കെ കാണിക്കുന്നത് നമുക്കൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എടുക്കാം. ഇത് റെയിൽവേ സ്റ്റേഷനിൽ പതുങ്ങി നിന്ന് മന്ത്രിക്ക് നേരെ ചാടി വീണ് മന്ത്രിയെ ആക്രമിച്ച് കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. മന്ത്രി ഇത് അത്യാസന്ന നിലയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് നാണമില്ലാതെ ചർച്ചയിൽ വന്നിട്ട് മന്ത്രിയെ അടിക്കുന്ന രംഗമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മന്ത്രിക്ക് ഒരു പരിക്കുമില്ലാതെ പോകാൻ പുറപ്പെട്ട മന്ത്രി തിരിച്ചു വന്ന് അഡ്മിറ്റായി എന്നാണോ ഈ അലോഷ്യസ് പറയുന്നത്? നിങ്ങൾ കാണാത്ത അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ആരും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ചാടുന്നത് ആരും കാണാത്തതുകൊണ്ട് ചാടിയിട്ടില്ല എന്ന് പറയുമോ? നിങ്ങൾ എന്താണ് ഈ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കൂ. ഈ അലോഷ്യസ് പറയുന്നത് അടിക്കുന്ന ആരും കണ്ടിനോ എന്നാണ് ചോദിക്കുന്നത്. നിരവധി ദൃശ്യങ്ങളുണ്ട്. മന്ത്രിയുടെ നേർക്ക് ആക്രോശിച്ച് അടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആൾക്കൂട്ടമാണ്. പിന്നെ അതിനിടയിൽ പിന്നെ ക്യാമറയൊന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം മന്ത്രിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരാനിരിക്കുകയാണ്. എന്തെല്ലാം പച്ചക്കള്ളമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇറക്കിയത്. ഞാൻ പറയട്ടെ ഞാൻ ഇപ്പം ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ചാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് ഒരു ഭാഗത്ത് തിരിയാൻ പറ്റാത്ത വിധത്തിൽ നല്ല പരിക്ക് ആരോഗ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വേദന കൊണ്ട് പുളയുന്ന ആരോഗ്യമന്ത്രിയാണ് ഞാൻ നേരിട്ട് അവിടെ കണ്ടത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് ഓഫീസിൽ ഇരിക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ വിശ്വസിച്ച് വരും. അതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. ആവശ്യമായ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തെല്ലാം കള്ളം ഇവർ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നത് മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് കഴുത്തിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത് മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്ന്? ആരെങ്കിലും പറഞ്ഞോ? മന്ത്രി പറഞ്ഞോ? മന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? മന്ത്രിയുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി നേതാക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരും പറയാത്ത ഒരു കാര്യം കനകോലുവിൻ്റെ ക്യാപ്സ്യൂൾ ഇവരങ്ങ് ഇറക്കുകയാണ്. എന്നിട്ട് മന്ത്രിയുടെ നേരത്തെ നിൽക്കുന്ന ഫോട്ടോ കാണിക്കുക. നേരത്തെ തന്നെ മന്ത്രിയുടെ കൈക്ക് ഒരു കറുത്ത പാടുണ്ട്. ആ കറുത്ത പാടാണ് ഇപ്പോൾ KSU അക്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന് മന്ത്രി പ്രചരിപ്പിക്കുന്നു, ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നു, CPM പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മന്ത്രിയുടെ കൈക്കാണ് പരിക്ക് എന്ന് ഇതുവരെ ബന്ധപ്പെട്ട ഒരിടത്ത് നിന്നും ഒരു വാർത്തയും പുറത്തു പോയിട്ടില്ല. അപ്പോൾ ബോധപൂർവം കള്ളം പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അന്തസ്സുള്ള പരിപാടിയല്ല. ഇതിനെ ജനാധിപത്യ പ്രതിഷേധം എന്നല്ല പറയുക. ഒരു മന്ത്രിയുടെ വീട്ടിൽ ഒളിച്ച് കയറിയിട്ട് റീത്ത് വെച്ച സംഘമല്ലേ ഇവർ? റീത്ത് വെക്കുന്ന എന്താ? നമ്മുടെ നാട്ടിലെ ആളുകൾ സാധാരണ മരണപ്പെട്ടാൽ റീത്ത് വെക്കുക. പ്രതിഷേധമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്.
അപ്പം മന്ത്രിയുടെ വീട്ടിൽ പോയി റീത്ത് വെച്ചിട്ട് അതിനെപ്പോലും ന്യായീകരിക്കുന്ന സംഘം. അപ്പം മന്ത്രിയെ കൊല്ലാനുള്ള പദ്ധതി, മന്ത്രിയെ അപായപ്പെടുത്താനുള്ള പദ്ധതി, ഗൂഢാലോചന, അത് ഈ വി.ഡി. സതീശനും സംഘവും അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയതാണ്. എന്താ കാര്യം? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ കുതിപ്പ് സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നു. കേരളത്തിൻ്റെ വികസനം, ക്ഷേമം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുന്നു. സതീശൻ്റെ നുണകൾ ഒരു ഭാഗത്ത് പൊളിഞ്ഞടുങ്ങുന്നു. സതീശൻ്റെ നുണകൾക്ക് വേണ്ടി പ്രത്യേക ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാവുന്നു. സതീശൻ എന്താണെന്ന് കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നു. വെപ്രാളമാണ്. അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്ന ചിന്തയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന അക്രമങ്ങൾ, ഇത് അങ്ങേയറ്റം അപകടമാണ്. ജനാധിപത്യ സംവിധാനം ചേരാത്തതാണ്. അപ്പോൾ ഇന്ന് കണ്ണൂരിൽ നടന്നത് യഥാർത്ഥ ജനാധിപത്യ സമരമല്ല, ഇന്ന് കണ്ണൂരിൽ നടന്നത് ഗുണ്ടായിസമാണ്. ഈ ഗുണ്ടായിസം, ഈ ക്രിമിനൽ പ്രവൃത്തിയെ തള്ളിപ്പറയേണ്ട രാഷ്ട്രീയ മര്യാദയാണ് ഈ അലോഷിയെ പോലെയുള്ള ഉയർന്ന നേതൃത്വം കാണിക്കേണ്ടത്. ആ പക്വത കാണിക്കുന്നതിന് പകരം അതും ഇതും വന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ അപഹാസ്യരാവരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. വി.കെ. സനോജ്, നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ വിമർശനമായി ഉന്നയിക്കപ്പെടാവുന്ന മറ്റൊരു കാര്യം എന്താണ്? ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധം അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങളിലായി തുടരുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യമന്ത്രി ഉള്ള എല്ലാ ഇടങ്ങളിലും ആ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷ ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ സംഘടന എനിക്ക് സംരക്ഷണം ഒരുക്കുമെന്നാണ് അവരുടെ മറുപടി. പക്ഷേ അതിനപ്പുറം പോലീസിന്റെ സുരക്ഷ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു പൊതുജനങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തുമ്പോൾ അവിടെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയുണ്ട് സനോജ് അതിൽ. അല്ല, അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ കണ്ണൂരുണ്ടായിരുന്നു. അപ്പോൾ ചില വഴിയിൽ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രകടനമൊക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളെ പോലീസ് സംവിധാനം അവിടെ എത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJPയുടെ എന്തോ പ്രതിഷേധ പരിപാടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടും BJP നടത്തിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഇത് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് പോലീസ് എത്തി അവരെ മാറ്റിയത്. അല്ലാതെ ഇതൊരു ഒളിയാക്രമണമാണ്. അപ്പോൾ ഒളിയാക്രമണം നടത്താൻ വേണ്ടി KSU ബോധപൂർവം നേരത്തെ തയ്യാറെടുത്ത് മന്ത്രി തന്നെ ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, രണ്ടു കൂട്ടരും പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ കൂട്ടർ BJP ആയിരിക്കണം, അവർ പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം തന്നെ അകത്തും പ്രതിഷേധം നടന്നു എന്നുള്ളത് പോലീസ് അറിഞ്ഞിരുന്നു എന്നുള്ളത് മന്ത്രിയുടെ പ്രതികരണത്തിലുമുണ്ട്. അപ്പോൾ KSU പ്രവർത്തകർ ചാടി വീഴുന്നതും അവരെ പോലീസ് പിടിച്ചു മാറ്റുന്നതും മന്ത്രി അവരോട് ശോഭിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സനോജ്, ഇല്ലേ? നമ്മൾ കാണുകയല്ല, മന്ത്രി അവരോട് തിരിച്ചു ശോഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രി ശോഭിക്കുന്നത് ഈ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നതിന് മുൻപാണോ ശേഷമാണോ? ഇല്ല, അതായത് പുറത്തെ BJPയുടെ സമരം അത് പ്രകടമാണ്. പുറത്ത് BJP ഇങ്ങനെ സംഘടിച്ചിട്ടുണ്ടെന്നും മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം നേരത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പോലീസ് അതിനനുസരിച്ചുള്ള സുരക്ഷാ കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു മന്ത്രി. ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുകയാണ്. സ്വാഭാവികമായിട്ടും ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഒളിച്ചിരുന്ന് ചാടി വീഴും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് യഥാർത്ഥ സമരം എന്തിനാണ്? സമരം ആളുകളെ, ജനങ്ങളെ അറിയിക്കാൻ, പ്രതിഷേധം അറിയിക്കാൻ, അങ്ങനെയൊക്കെയല്ലേ സമരം ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും മന്ത്രി പോകുന്ന ആളുകൾ കൂടുന്ന പൊതു ചടങ്ങിൽ അവർ കരിങ്കൊടി കാണിക്കട്ടെ, പൊതു ചടങ്ങിൽ വെച്ച് അവർ മുദ്രാവാക്യം വിളിക്കട്ടെ. ആർക്കാണ് ഇവിടെ തടസ്സം? മന്ത്രിയെ വഴി തടയും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയെത്ര സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്രയോ കാലമായി നടക്കുന്ന പ്രതിഷേധം. കണ്ണൂരിൽ ഉമ്മൻചാണ്ടി വരും എന്നറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ തടയാൻ, കരിങ്കൊടി കാണിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സമരമായിരുന്നു അത്. അല്ലാതെ ഉമ്മൻചാണ്ടി പോകുന്ന വഴിയിൽ വെച്ച് ആരെങ്കിലും ഒളിയാക്കണമെന്ന് നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായതാണ്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ആയിരക്കണക്കിന് ആളുകൾ, 100, 200, 300 അല്ല, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ഒരു സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടി വരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നല്ലാതെ അവിടെയെല്ലാം മുൻകൂട്ടി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇവിടെ എന്താണ്? ഇവിടെ മന്ത്രിയെ നേരത്തെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു കല്ലേറും നടന്നിട്ടില്ല. ആ കേസ് എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയ കേസ്? അതെ, എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറയട്ടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് അക്രമം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ കേസിനകത്ത് രണ്ടാണ്. ഉമ്മൻചാണ്ടി മാപ്പ് നൽകിയോണ്ടാണ് നിങ്ങളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പൊ ജയിലിൽ കിടക്കാതിരിക്കുന്നത്. ആ കേസിൽ 117 ആളെയും
ഇല്ല. അത് ആർക്കെതിരെ ഉണ്ടായാലും അത് ഒരുപോലെയല്ലേ? 117 ആളെയും വിചാരണ നടത്തി കോടതി വെറുതെ വിട്ടു. വിചാരണ നടത്തി കോടതി വെറുതെ വിട്ടു. ഞാൻ പറഞ്ഞത് അതല്ല ആശാൻ. നോക്കൂ, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് അല്ലേ? ആക്രമണം ആർക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ, ആർക്കെതിരെ ഉണ്ടായാലും അത് ഒരുപോലെയുള്ളതല്ലേ. ഇപ്പൊ സനോജ് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമണമേ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ ശ്രമിച്ചാൽ അതല്ലല്ലോ അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സനോജിന്റെ ചോദ്യം അതാണ്, അന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെയല്ലേ സനോജ്? ഞാൻ അത് രണ്ടിനും ഒരുപോലെ തള്ളണ്ടേ, അല്ലാതെ ഒന്നിനെ മാത്രം എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഉമ്മൻചാണ്ടി ഒരിക്കലും അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? ഒരിക്കലും അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിക്കെതിരായി മുൻകൂട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്, മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമാണ്. ആ സമരത്തിനിടയിലേക്കാണ് അതുകൊണ്ട് കല്ലെറിയാമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ? കോടതി വെറുതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെറ്റിലേക്ക് നിങ്ങൾക്ക് കല്ലെറിയാം, നേരത്തെ നോട്ടീസ് കൊടുത്താൽ എന്നാണോ പോട്ടെ ന്യായീകരിക്കുന്നു? ഞാൻ വീണ ജോർജിനെതിരായി ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. വീണ ജോർജിനെതിരായ ആക്രമണത്തിന് തെളിവില്ല. പക്ഷെ നിങ്ങൾ അതിനെ ന്യായീകരിക്കുക. ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വീണ ജോർജ് പറഞ്ഞു ന്യായീകരണം ആര് പറഞ്ഞു? വേണ്ടേ, അവർക്ക് എവിടെ പരിക്ക് പറ്റി, എങ്ങനെ പരിക്ക് പറ്റി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിവിടാൻ പറ. വെറുതെ അനാവശ്യം ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി ആക്രമിച്ച് ന്യായീകരിക്കാൻ പോകുന്നു. അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കാൻ നിന്റെ ഞാൻ എന്റെ അവസരത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ അവസരത്തിൽ പല കള്ളവും ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് വീണ ജോർജിനെതിരായ ആക്രമണം ഉണ്ടായെങ്കിൽ 100% അപലപനീയമാണ്. ഞാൻ പറയട്ടെ, എന്റെ അവസരമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ സനോജ് പറയുന്നത് വീഡിയോ ഉണ്ടോ, ഫോട്ടോ ഉണ്ടോ, അത്രേ ഉള്ളൂ. വീഡിയോ, ഫോട്ടോ, ദൃശ്യമില്ലെങ്കിൽ പറയാൻ വേണ്ടി കഴിയോ? വീഡിയോ, ഫോട്ടോ, ദൃശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയോ? എന്നാ പിന്നെ കോൺഗ്രസ് അങ്ങനെ പറ. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത ഒരു അക്രമമല്ല എന്ന് കോൺഗ്രസ് പറ. എന്നാൽ പിന്നെ നാളെ ആരൊക്കെ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും പറയില്ല. ഇവിടെ വീണ ജോർജിനെ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. സമരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇത് ഗുണ്ടാ പ്രവർത്തനമാണ്. ഇത് VD സതീശന്റെ കൊട്ടേഷൻ സംഘമാണ് ഈ നേതൃത്വം കൊടുത്തത്. ഇമാതിരി കൊട്ടേഷൻ പണിയെടുത്തിട്ട് അതിനെ ന്യായീകരിക്കുക, തള്ളി പറയുന്നതിന് പകരം. ഇത് സമരമല്ല, ഇതിനെ സമരമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് തെമ്മാടിത്തമാണ്, ഗുണ്ടായിസമാണ്. ഈ ഗുണ്ടായിസത്തെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് പകരം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ നോക്കി പച്ചക്കള്ളല്ലേ ഇവർ പ്രചരിപ്പിച്ചത്. എന്താ ഇവരുടെ ചാനൽ വക്താവ് ജിൻഡോ ജോണി ഇട്ട പോസ്റ്റ് എന്താ? ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജിന്റെ ഒരു പഴയ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. എൻ്റെ കൈക്ക് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് കൈക്ക് പരിക്ക് പറ്റിയെന്ന് വീണ ജോർജ് പറഞ്ഞു എന്ന് ഇവർ പറയാ. എവിടെ പറഞ്ഞു? വീണ ജോർജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും വീണ ജോർജിന്റെ കൈക്കാണ് പരിക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുകയല്ലേ. എന്തിനാ? ഇവർക്ക് ന്യായീകരിക്കാൻ, ഒളിച്ചു വെക്കാൻ പലതുമുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ. എന്താ നിങ്ങൾ ധൃതി പിടിക്കുന്നത്? അവരിപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇമാതിരി തമ്മാടിത്തം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതും ഇതും പറയരുത്.